നമസ്കാരം. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിന് കുതിച്ചതിന് പിന്നാലെ ക്യാപ്റ്റൻ റിയാൻ പരാഗിനെ ആരാധകർ പ്രശംസിക്കുന്നുണ്ട്. ഇപ്പോൾ റിയാൻ പരാഗിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാവർക്കും. ആദ്യം സഞ്ജുവിനെ അവിടെ നിന്ന് മാറ്റിയ സമയത്ത്, സഞ്ജുവിനെ തിരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആർക്കും റിയാൻ പരാഗിനെ വേണ്ടേ താനും. രാജസ്ഥാൻ തോൽക്കും, രാജസ്ഥാൻ ഒരിക്കലും മുന്നേറില്ല എന്നൊക്കെ അടിച്ചാക്ഷേപിച്ചത് കൊണ്ട് സഞ്ജുവിന്റെ ആരാധകർ പോലും റിയാൻ പരാഗിനെ താഴ്ത്തിക്കെട്ടുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ സഞ്ജുവിന്റെ ആരാധകർ താഴ്ത്തിക്കെട്ടുന്നത് കണ്ടുകൊണ്ട് രാജസ്ഥാന്റെ യഥാർത്ഥ ആരാധകർ പോലും ശരിക്കും പറഞ്ഞാൽ റിയാൻ പരാഗിനെ ഒന്ന് സംശയിച്ചു. മലയാളി സൂപ്പർ താരവും മുൻ നായകനുമായ സഞ്ജു സാംസൺ ടീം വിട്ട ശേഷം ആദ്യ സീസണിൽ തന്നെ RRനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനായത് പരാഗിന്റെ ക്യാപ്റ്റൻസി മികവ് തന്നെയാണെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. വാങ്ഡയിൽ മുംബൈക്കെതിരെ 30 റൺസിന്റെ വിജയമാണ് റോയൽസ് ആഘോഷിച്ചത്. ഇതോടെ 16 പോയിന്റോടെ 4ാം സ്ഥാനക്കാരായി അവർ പ്ലേ ഓഫിലേക്കും കുതിച്ച് ഉയരുകയാണ്. ബാറ്റർ എന്ന നിലയിൽ പരാഗ് ഇത്തവണ കാര്യമായി തിളങ്ങിയില്ലെങ്കിലും ക്യാപ്റ്റൻസിയിൽ കസറി എന്ന് തന്നെയാണ് പലരുടെയും വിലയിരുത്തൽ തന്നെ പുറത്തുവരുന്നത്. മുംബൈക്കെതിരെ ഒരു ഘട്ടത്തിൽ പരാജയം മണത്ത ശേഷമാണ് അവസാന 5 ഓവറിൽ റോയൽസ് ജയിച്ചു കയറിയത്. അതിനവരെ സഹായിച്ചതാകട്ടെ പരാഗിന്റെ ഒരു ഗംഭീര ക്യാപ്റ്റൻസി മാസ്റ്റർ സ്ട്രോക്കും തന്നെയാണെന്ന് പറയാം. അത് എന്താണെന്നാണ് എല്ലാവരും പരീക്ഷിച്ചു നോക്കുന്നത്. വാങ്ഡയിൽ നടന്ന പോരാട്ടത്തിൽ 206 റൺസിന്റെ ലക്ഷ്യമാണ് മുംബൈ ഇന്ത്യൻസിന്റെ രാജസ്ഥാൻ റോയൽസ് നൽകിയത്. ഈ ഗ്രൗണ്ടിൽ ഇത് അത്ര വലിയൊരു ലക്ഷ്യമായിരുന്നില്ല. 200+ ഇവിടെ കഴിവ് കാഴ്ചവെച്ചിട്ടുള്ളതാണ്. റൺ ചേസിൽ മുംബൈയുടെ തുടക്കം അമ്പേ പാളിയെങ്കിലും സൂര്യകുമാർ യാദവിന്റെ 50യിലൂടെ കളിയിലേക്ക് ശക്തമായി തിരികെ വന്നിരുന്നു എന്നുകൂടി പറയാം. 6ാം വിക്കറ്റിൽ സൂര്യയ്ക്ക് കൂട്ടായി ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ വന്നതോടെയാണ് മുംബൈ ജയിക്കുമെന്ന പ്രതീതി ഉണ്ടായത്. 25 ബോളിൽ ഇരുവരും 48 റൺസ് കൂട്ടിച്ചേർത്തു. 12ാം ഓവറിൽ ടീം ടോട്ടൽ 101 വെച്ചാണ് ഈ ജോഡി ഒന്നിച്ചത്. റോയൽസ് കളിയിൽ പിടിമുറക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഹാർദിക്കിന്റെ കൗണ്ടർ അറ്റാക്കിന് ബാറ്റിംഗ് RRന് കടുത്ത സമ്മർദ്ദത്തിലുമാക്കി. 15 ഓവറുകൾക്ക് ശേഷം മുംബൈ 5 വിക്കറ്റിന് 147 റൺസ് എന്ന നിലയിലായി. 5 വിക്കറ്റിന് ബാക്കി നിൽക്കെ ശേഷിച്ച 5 ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ ആവശ്യമായിരുന്നത് 59 റൺസാണ്. 37 ബോളിൽ 57 റൺസോടെ സൂര്യയും വെറും 13 ബോളിൽ 33 റൺസുമായി ഹാർദിക്കും ക്രീസിലുള്ളതിനാൽ മുംബൈക്ക് ലക്ഷ്യം അസാധ്യമായിരുന്നില്ല. കൂടാതെ ബാറ്റിംഗിന് ഇനിയും പലരും ഇറങ്ങാനുമുണ്ടായിരുന്നു. ഈ സമയത്താണ് 16ാം ഓവറിൽ റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി ബ്രില്യൻസ് കണ്ടത്. തന്റെ സ്ട്രൈക്ക് ബൗളറായ ജോഫ്ര ആർച്ചർക്ക് ഒരു ഓവർ മാത്രമേ ശേഷിക്കുന്നുള്ളൂവെന്നും അറിയാമായിരുന്നിട്ടും അദ്ദേഹം വലിയൊരു ചൂതാട്ടം അവിടെ നടത്തി. 18 തൊട്ട് 20 ഓവറുകളിൽ ആർച്ചറെ മാറ്റിവെക്കാതെ 16ാം ഓവറിൽ തന്നെ പരാഗ് കൊണ്ടുവന്നു. അത് നല്ലൊരു മാറ്റം തന്നെയായിരുന്നു. അതായിരുന്നു ക്യാപ്റ്റന്റെ സ്ട്രോക്ക് എന്ന് പറയാം. കാരണം സൂര്യ ഹാർദിക് ഇതിലൊരാളെ എത്രയും വേഗത്തിൽ പുറത്താക്കിയില്ലെങ്കിൽ കളി കൈവിട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആർച്ചറുടെ ആ ഓവർ വൈകിയും തോറും വിജയ സാധ്യത കുറയുകയും ചെയ്യും. കൂട്ടുകെട്ട് തകർക്കാൻ ഇംഗ്ലീഷ് പേസർക്കോ സാധിക്കൂ എന്ന പരാഗിന്റെ ഉറച്ച ബോധ്യവും ഉണ്ടായിരുന്നു.